വലക്കാവ് അശോകക്കുന്നിലുള്ളതാണ് 6 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ഗുഹാക്ഷേത്രം. ഉള്ളാടൻ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസികളുടെ ആരാധനാ കേന്ദ്രം ഇന്ന് തകർച്ചാ ഭീഷണിയിലാണ്. ക്ഷേത്രമുള്ള മലയുടെ ചുറ്റിലും 4 പാറമടകളും 2 ക്രഷർ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. പാറമടകളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഗുഹാക്ഷേത്രവും വിറകൊള്ളും. പാറമടകൾ വന്ന ശേഷം 6 തവണ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പാറകളിൽ നിന്നും ഒഴുകുന്ന അരുവിയാണ് മേഖലയുടെ ജീവജലം. എന്നാൽ കരിങ്കൽ ഖനനം മൂലം ജലസ്രോതസ്സുകൾ അത്രയും മലിനമായി. ഞങ്ങളുടെ 49 കുടുംബമുണ്ട്, ഞങ്ങളുടെ ആദിവാസി കുടുംബങ്ങൾ. അവർക്ക് ആർക്കും ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഈ മലയോര ചുറ്റും ആദിവാസികളുടെ കുടുംബം കൂറിയാണുള്ളത്. അപ്പം അത് മല ഇടിഞ്ഞു വന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് രണ്ടും ഞങ്ങൾക്ക് വേണ്ട. പാറമടയിൽ നിന്നുള്ള പൊടിപടലങ്ങൾ മൂലം ശ്വാസകോശ രോഗങ്ങൾ ജനങ്ങളെ വലയ്ക്കുകയാണ്. ഞങ്ങൾക്ക് ഈ പാറമടകളും ഈ ക്ലസ്റ്ററുകളും കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ നിത്യരോഗികളായി. ഞങ്ങളുടെ വീടുകളൊക്കെ നശിച്ചു. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്കും ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെടി പൊട്ടണേ. ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ നിർത്തി തരണം. പാറമടകൾക്കെതിരെ ആദിവാസികൾ കളക്ടറേറ്റ് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടു. വനഭൂമി കയ്യേറിയും ജനജീവിതത്തിന് ദുരിതം സൃഷ്ടിച്ചും പ്രവർത്തിക്കുന്ന പാറമടകൾ അടച്ചുപൂട്ടുന്നതിൽ ജില്ലാ ഭരണകൂടം നിസ്സംഗത തുടരുകയാണെന്നും ആരോപണമുണ്ട്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.